എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2 മത്സരങ്ങളുള്ള ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ ആധികാരികമായി വിജയിച്ചതിനു ശേഷം 2ാം മത്സരം ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. മത്സരം കാണാൻ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ കാണികളെ കൊണ്ട് സജീവമായിരുന്നു. നാണയം മുകളിലെറിഞ്ഞപ്പോൾ ഭാഗ്യം തുണച്ചത് ഇന്ത്യയാണ്. നായകൻ ശുഭ്മാൻ ഗിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിൻഡീസിനെ ബൌളിംഗിന് ക്ഷണിച്ചു. കൃത്യം 9:30 മത്സരം ആരംഭിച്ചു. ഇന്ത്യക്കായി പതിവ് പോലെ അപകടകാരികളായ ഓപ്പണർമാർ യശസ്വി ജയ്സ്വാളും KL രാഹുലും ക്രീസിലെത്തി. ടീമിന് മികച്ച തുടക്കം നൽകേണ്ട വലിയ ഉത്തരവാദിത്തം ഈ കൂട്ടുകെട്ടിനായിരുന്നു. വിൻഡീസിനായി ആദ്യ ഓവർ എറിഞ്ഞ ജെയ്ഡൻ സീൽസ് തന്റെ മാരക ബൌളിംഗ് കൊണ്ട് ജയ്സ്വാളിനെ പരീക്ഷിച്ചു. ആദ്യ ഓവറിൽ ഇന്ത്യക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല. 2ാം ഓവറിൽ ആൻഡേഴ്സൺ ഫിലിപ്പിനെ വിൻഡീസ് ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ് പന്തേൽപ്പിച്ചു. ഓവറിലെ 5ാം പന്തിൽ KL രാഹുൽ നടത്തിയ ശക്തമായ പ്രഹരത്തിൽ 2 റൺസ് നേടി. അതോടെ ഇന്ത്യയുടെ സ്കോർ ബോർഡ് ചലിച്ചു. തുടക്കത്തിൽ സിംഗിളുകളിലൂടെ ശ്രദ്ധിച്ചു കളിച്ച രാഹുലും ജയ്സ്വാളും പതിയെ താളം കണ്ടെത്തി. ആൻഡേഴ്സൺ ഫിലിപ്പിന്റെ 4ാം ഓവറിലെ 5ാം പന്തിൽ രാഹുൽ പായിച്ച തകർപ്പൻ ബൗണ്ടറിയാണ് ഇന്നിംഗ്സിലെ ആദ്യത്തെ 4. പിന്നാലെ 5ാം ഓവറിലെ അവസാന പന്തിൽ ജയ്സ്വാളും ഒരു ബൗണ്ടറി നേടി ടീം ഇന്ത്യയുടെ സ്കോറിംഗ് വേഗത കൂട്ടി. 5 ഓവർ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 14 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. അടുത്ത ഓവറുകളിൽ കൂടുതൽ റിസ്ക് എടുക്കാതെ സിംഗിളുകളും ഡബിളുകളുമായി മുന്നോട്ടു പോയ ഇന്ത്യൻ ഓപ്പണർമാർ പതിയെ ക്രീസിൽ ഉറച്ചു. വിക്കറ്റ് നേടാൻ വിൻഡീസ് ബൌളർമാർ പല തന്ത്രങ്ങളും പയറ്റി. 9ാം ഓവറിൽ സീൽസിനെ വീണ്ടും പന്തേൽപ്പിച്ചപ്പോൾ ഓവറിലെ അവസാന 2 പന്തുകളിൽ KL രാഹുൽ ഇടിത്തി പോലെ 2 കിടിലൻ ബൗണ്ടറികൾ നേടി വിൻഡീസ് തന്ത്രങ്ങൾ തകർത്തു. ഈ ഓവറിൽ 9 റൺസ് വിൻഡീസിന് വഴങ്ങേണ്ടി വന്നു. 10ാം ഓവറിൽ ജസ്റ്റിൻ ഗ്രീവ്സിനെ ജയ്സ്വാൾ ബൗണ്ടറി അടിച്ചു വരവേറ്റു. 10 ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 29 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. ഒടുവിൽ 18ാം ഓവറിൽ ജോമൽ വാരിക്കൻ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി. ഒരു സിക്സർ അടക്കം 37 റൺസ് നേടിയ KL രാഹുൽ വിക്കറ്റ് കീപ്പർ ടെവിൻ ഇംലാക്കിന്റെ മികച്ച സ്റ്റംപിങ്ങിലൂടെ പുറത്തായി. രാഹുൽ മടങ്ങിയെങ്കിലും ക്രീസിലെത്തിയ സായ് സുദർശൻ യാതൊരു സമ്മർദ്ദവുമില്ലാതെ ക്രീസിലെത്തിയ ഉടനെ ഒരു ബൗണ്ടറി നേടി അക്കൗണ്ട് തുറന്നു. അടുത്ത ഓവറുകളിലെ തകർപ്പൻ പ്രകടനങ്ങളിലൂടെ ജയ്സ്വാളും സുദർശനും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ 25 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 89 റൺസായിരുന്നു ഇന്ത്യയുടെ സ്കോർ. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ യശസ്വി ജയ്സ്വാൾ 40 റൺസുമായും സുദർശൻ 16 റൺസുമായും ക്രീസിലുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിന് ശേഷം ആക്രമണോത്സുകമായ ബാറ്റിംഗ് തുടരാനായിരുന്നു ജയ്സ്വാളിന്റെയും സുദർശന്റെയും തീരുമാനം. 29ാം ഓവറിൽ സീൽസിനെ കടന്നാക്രമിച്ച യശസ്വി ജയ്സ്വാൾ തുടർച്ചയായ ബൗണ്ടറികൾ നേടി തന്റെ ടെസ്റ്റ് കരിയറിലെ അർദ്ധ സെഞ്ചുറിയുടെ ആത്മവിശ്വാസത്തിൽ സുദർശനും ആക്രമിച്ചു കളിച്ചു. അടുത്ത ഓവറിൽ സുദർശൻ ഒരു തകർപ്പൻ 4 നേടി. 35 ഓവറിൽ ഇന്ത്യയുടെ സ്കോർ 1 വിക്കറ്റ് നഷ്ടത്തിൽ 135-ലെത്തി. ജയ്സ്വാളും സുദർശനും ചേർന്ന് വിൻഡീസ് ബൌളർമാർക്ക് ഒരു അവസരവും നൽകാതെ 50 റൺസിന്റെ കൂട്ടുകെട്ടും പിന്നിട്ടു. 45ാം ഓവറിൽ ഖ്യാരി പിയറയെ ബൗണ്ടറി പായിച്ച് സായ് സുദർശൻ തന്റെ കരിയറിലെ 2ാം ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി. 45 ഓവറിൽ ഇന്ത്യ 1-175. അടുത്ത ഓവറുകളിൽ യശസ്വി ജയ്സ്വാൾ തന്റെ സെഞ്ചുറിയിലേക്ക് അതിവേഗം കുതിച്ചു. ആൻഡേഴ്സൺ ഫിലിപ്പിന്റെ ഓവറിൽ തുടർച്ചയായി ബൗണ്ടറികൾ നേടി വിൻഡീസിനെ പ്രതിരോധത്തിലാക്കി. സെഞ്ചുറിക്ക് 6 റൺസ് മാത്രം വേണ്ടിയിരുന്ന ജയ്സ്വാളിന് പിയറയുടെ 51ാം ഓവറിലെ ആദ്യ പന്തിൽ 2 റൺസ് ഓടിയെടുത്തോടെ തന്റെ 7ാം ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി. ഇതോടെ ക്രിക്കറ്റ് ലോകം ഈ യുവതാരത്തിന്റെ പേര് വീണ്ടും പ്രകീർത്തിച്ചു. തുടർച്ചയായ വിക്കറ്റുകൾ നേടാനുള്ള വിൻഡീസിന്റെ ശ്രമങ്ങൾ പാഴായി. 58 ഓവർ പൂർത്തിയാകുമ്പോൾ സായ് സുദർശന്റെ വിക്കറ്റ് ഒഴികെ മറ്റൊരു വിക്കറ്റും വിൻഡീസിന് നേടാനായില്ല. 58 ഓവറിൽ ഇന്ത്യ 1-220 എന്ന നിലയിൽ 2ാം സെഷൻ അവസാനിപ്പിച്ചു. ജയ്സ്വാൾ 111 റൺസുമായും സുദർശൻ 71 റൺസുമായും ക്രീസിൽ നിലയുറപ്പിച്ചു. പുതിയ തന്ത്രങ്ങളുമായി 3ാം സെഷനിൽ വിൻഡീസ് ബൌളർമാർ തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും ജയ്സ്വാൾ തുടർച്ചയായ ബൗണ്ടറികളിലൂടെ തിരിച്ചടിച്ചു. 65ാം ഓവറിൽ സായ് സുദർശൻ ഒരു ബൗണ്ടറി നേടി തന്റെ സെഞ്ചുറിയിലേക്ക് നീങ്ങി. എന്നാൽ 69ാം ഓവറിൽ ജോമൽ വാരിക്കൻ വീണ്ടും വിൻഡീസിന് ആശ്വാസമായി. വാരിക്കന്റെ പന്തിൽ LBW ആയി സായ് സുദർശൻ മടങ്ങി. 12 ബൗണ്ടറികളോടെ 87 റൺസ് എടുത്ത സുദർശന്റെ മികച്ച ഇന്നിംഗ്സിന് തിരശ്ശീല വീണു. സുദർശൻ പുറത്തായ ശേഷം ക്രീസിലെത്തിയത് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ആയിരുന്നു. ക്രീസിലെത്തിയ ഉടനെ ഗിൽ ലോങ് ഓഫിന്റെ ദിശയിൽ ഒരു കിടിലൻ ബൗണ്ടറി നേടി അക്കൗണ്ട് തുറന്നു. ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഇന്നിംഗ്സ് ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയി. 82ാം ഓവറിൽ 1 റൺസ് ഓടിയെടുത്തോടെ യശസ്വി ജയ്സ്വാൾ തന്റെ 150 റൺസ് എന്ന നേട്ടം പൂർത്തിയാക്കി. കളി തീരാറായതോടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ റൺസ് വേഗത കൂട്ടി. ഗില്ലിന്റെ ബൗണ്ടറിയോടെ ഇന്ത്യൻ സ്കോർ 300 കടന്നു. 87ാം ഓവറിൽ ആൻഡേഴ്സൺ ഫിലിപ്പിനെതിരെ ജയ്സ്വാൾ തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടി വിൻഡീസ് ക്യാമ്പിൽ നിരാശ പടർത്തി. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ടീം 90 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 318 റൺസ് എന്ന ശക്തമായ നിലയിലാണ്. യശസ്വി ജയ്സ്വാൾ 173 റൺസുമായും ശുഭ്മാൻ ഗിൽ 20 റൺസുമായും ക്രീസിലുണ്ട്.
ആദ്യ ദിനം പൂർണ്ണമായും ഇന്ത്യയുടെ, പ്രത്യേകിച്ച് യശസ്വി ജയ്സ്വാളിന്റെ ബാറ്റിംഗ് മികവിൽ അധിഷ്ഠിതമായിരുന്നു. നിലവിലെ പ്രകടനം വെച്ച് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ ഏകദേശം 700 റൺസ് നേടാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കാം രണ്ടാം ദിനത്തിലെ അത്ഭുതങ്ങൾക്കായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി രണ്ടാം ദിവസം വിൻഡീസിന് തിരിച്ചുവരാൻ സാധിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.